വോട്ടെടുപ്പ് ദിവസം തമ്മിൽ കണ്ടപ്പോഴും യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോടുള്ള അതൃപ്തി പ്രകടമാക്കി പി.വി. അൻവർ. പോളിംഗ് ബൂത്തിൽ അൻവർ ഉണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് നടന്നെത്തിയ ഷൗക്കത്തിനോട് ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് കെട്ടിപ്പിടിക്കരുതെന്ന് അൻവർ ആവശ്യപ്പെട്ടു. ഹസ്തദാനം നൽകിയ ശേഷം സൗഹൃദ സംഭാഷണത്തിനും തയ്യാറാവാതെ ഇരുവരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വോട്ടർമാരെ കാണാനെത്തിയതായിരുന്നു ഇരുവരും. ധൃതരാഷ്ട്ര ലിംഗനത്തിൻ്റെ ആളാണ് ഷൗക്കത്തെന്ന് പിന്നീട് പി.വി. അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. നേരത്തെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും ഷൗക്കത്തും കണ്ടുമുട്ടിയപ്പോൾ ഇരുവരും പരസ്പരം ആശ്ലേഷിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയും പി.വി. അൻവർ പ്രതികരിച്ചു. രണ്ട് അഭിനേതാക്കൾ തമ്മിലാണ് കെട്ടിപ്പിടിച്ചതെന്നായിരുന്നു സ്വരാജും ഷൗക്കത്തും തമ്മിലെ കൂടിക്കാഴ്ചയെ അൻവർ വിമർശിച്ചത്. താൻ പച്ച മനുഷ്യർക്കൊപ്പം നിൽക്കുന്നയാളാണ്, അഭിനയിക്കാൻ അറിയില്ല. സ്ഥാനാർത്ഥികൾ തമ്മിൽ സൗഹൃദം വേണം, പക്ഷേ അത് ആത്മാർത്ഥമായിരിക്കണം. പിന്നിൽ കൂടി പാര വയ്ക്കരുതെന്നും അൻവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും സിനിമാ ഡയലോഗ് വെച്ചാണ് പ്രചാരണം നടത്തിയതെന്നും പി.വി. അൻവർ പരിഹസിച്ചിരുന്നു. വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ആര്യാടന് കഥ എഴുതാൻ പോവാം, സ്വരാജിന് സെക്രട്ടേറിയറ്റിലേക്ക് പോകാം, താൻ നിയമസഭയിലേക്ക് പോകുമെന്നും അൻവർ പറഞ്ഞു. പാർട്ടിയെ വെട്ടിലാക്കിയ സെക്രട്ടറി, രക്ഷാപ്രവർത്തനത്തിന് മുഖ്യമന്ത്രി, ജനങ്ങളുടെ വിഷയങ്ങൾ രണ്ട് മുന്നണികളും അവഗണിച്ചു. 2016 ആര്യാടൻ ഷൗക്കത്തിൻ്റെ ബൂത്തിൽ താനാണ് ലീഡ് ചെയ്തത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഈ ബൂത്തിൽ ലീഡ് ചെയ്തു. ഇത്തവണയും നമുക്ക് കാണാം. CPM പ്രാദേശിക നേതാക്കൾക്ക് ബന്ധപ്പെടാൻ 3 മൊബൈൽ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അൻവർ പറഞ്ഞു. മുണ്ടൂരിൽ ആന ചവിട്ടിക്കൊന്ന് വയോധികൻ മരിച്ച ദാരുണമായ സംഭവത്തിനിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDF-ൽ നിന്ന് 25% വോട്ട് തനിക്ക് ലഭിക്കും. UDF-ൽ നിന്ന് 35% വോട്ട് ലഭിക്കും. 75,000-ന് മുകളിൽ വോട്ട് തനിക്ക് ലഭിക്കും. അത് ആത്മവിശ്വാസമല്ല, യാഥാർത്ഥ്യമെന്നും അൻവർ പറഞ്ഞു.